ചില സാഹചര്യങ്ങളിൽ മനുഷ്യൻ നിയന്ത്രണം വിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോവും. പിന്നീട് അതേക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കുകയും ചെയ്യും. ശിശിരേച്ചിക്കും അങ്ങനെ ഒരു അബദ്ധം പറ്റിയതാണെന്ന് കരുതിയാൽ മതി. മനഃപൂർവ്വം ഗൂഗിളിന് ജയിലിലടയ്ക്കാൻ വേണ്ടി ചേച്ചി അങ്ങനെ എന്തെങ്കിലും പറയുമോ? ഒരിക്കലുമില്ല. സ്വന്തം ഭർത്താവിനെ ഈ അവസ്ഥയിൽ കൺമുമ്പിൽ കാണേണ്ടി വരുമ്പോൾ ഏത് പെണ്ണായാലും ഒന്ന് പതറിപ്പോവില്ലേ? ചേച്ചിയോട് ക്ഷമിക്കൂ ഗൂഗിൾ. നിങ്ങൾ രണ്ടുപേരും ഈ അമ്മയുടെ വയറ്റിൽ ജനിച്ചവരല്ലേ? ഗൂഗിളിന് ചേച്ചിയോട് ക്ഷമിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആർക്ക് ചേച്ചിയോട് ക്ഷമിക്കാൻ പറ്റുന്നത്? ആദ്യം രാജീവ് ഇന്ന് രക്ഷപ്പെട്ട് വരട്ടെ. അന്നേരം രാജീവ് തന്നെ പറയുമല്ലോ സത്യം എന്താന്ന്. എന്റെ ശരിയോ? എന്താ, ആരെങ്കിലും കാണണോ? ഭാര്യയെ കാണണമെന്നാണോ? നിങ്ങളുടെ ഭാര്യയും ബന്ധുക്കളും എല്ലാം പുറത്തുണ്ട്. കാണണമെങ്കിൽ ഞാൻ വിളിക്കാം. അതെ, പേഷ്യന്റ് കണ്ണു തുറന്നു. ഒരു കാര്യം, അകത്ത് കയറി ബഹളം വെക്കാൻ പറ്റില്ല. കണ്ടിട്ട് അതുപോലെ തിരിച്ചിറങ്ങി പോരണം. വേറൊന്നും കൊണ്ടല്ല, ശരീരം മുഴുവൻ വെട്ടുകൊണ്ട് മുറിവുകൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കെട്ടിപ്പിടിച്ചു കരയാനോ പേഷ്യന്റിന്റെ ശരീരത്തെ തൊടാനോ പാടില്ല. എനിക്ക് രാജീവേട്ടനെ ഒന്ന് കണ്ടാ മതി. ഞങ്ങളൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല. വരൂ. മതി, ഇവിടെ നിന്നാ മതി. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. പേഷ്യന്റിനെ തൊടാൻ പാടില്ല. രാജീവേട്ട, ആരാ ഇത് ചെയ്തത്? പറ രാജീവേട്ട. നാളെ നീ കാരണം ആരെങ്കിലും ഈ കുടുംബത്തിൽ വേദനിക്കാനിട വന്ന എന്റെ പെങ്ങടെ താലിച്ചരടിൽ കടിച്ചു തോന്നിക്കിടന്നതിന്റെ ഒരു ദയം നിന്നോട് ഞാൻ കാണിക്കില്ല. പോലീസ് യൂണിഫോം ഇടാൻ പിന്നെ ഈ ലോകത്ത് നീ ജീവിച്ചിരിക്കില്ല. ആരാണെങ്കിലും തുറന്നു പറ. അറിയാവുന്ന ആരെങ്കിലും ആണോ? രാജീവേ, നീ ഇവളെ കല്യാണം കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു എന്നുള്ള കാര്യം ശരിയാ. അതേ ചൊല്ലി രാത്രി നമ്മൾ തമ്മിൽ വഴക്കുണ്ടാവുകയും ചെയ്തു. പക്ഷെ നീ പറ, ഈ സംഭവത്തിൽ എനിക്ക് എന്തെങ്കിലും മനസ്സറിവുണ്ടോ? ഞാനാ ഇത് ചെയ്തെന്ന് അവള് പറയുന്നത്. അങ്ങനെയാണോ?
രാജീവേട്ടാ സത്യം പറ. രാജീവിന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഗോകുൽ ഇപ്പോ ഒരു തീച്ചുളയില നിൽക്കുന്ന. ശിശിരിച്ച് ഗോകുലിനെ സംശയിക്ക. രാജീവിന് ഗോകുലിനെ സംശയമുണ്ടോ? രാജീവേ, നിന്നെ ഞാൻ എതിർത്തിരുന്നു. ഇപ്പോഴും എനിക്ക് നിന്റെ പല പ്രവൃത്തികളോടും യോജിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഞാനാണോ അത് ചെയ്തത്? പറ. കുറ്റവാളിയെ പോലെയാ ഗോകുല് നിൽക്കുന്നത്. ഞാനീ പറയുന്ന കേൾക്കാമെങ്കിൽ ഒന്ന് പറ രാജീവ്. ഗോകുലാണോ ഇതിന് പിന്നില്? ഇങ്ങനെ രണ്ടുപേരും കൂടെ മാറിയും തിരിഞ്ഞും ചോദിച്ചാ രാജീവേട്ടൻ പിന്നെ എന്ത് പറയും? മിണ്ടാനും വയ്യല്ലോ ഈ പാവത്തിന്. എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ ദൈവമേ. രാജീവേട്ട പറ രാജീവേട്ട. കണ്ടില്ലേ, ഗോകുലിന് ഇതിൽ പങ്കൊന്നും ഇല്ലെന്ന രാജീവ് പറയുന്നേ. അല്ലേ രാജീവ്? ഇല്ലെന്നല്ല പറഞ്ഞത്, അറിയില്ലെന്നാ. നിനക്ക് പറയാമെങ്കിൽ നീ പറ, ആരാ നിന്നോട് ഇത് ചെയ്തത്? എന്താ രാജീവേ, എന്താ നിനക്ക് പറയാനുള്ളേ? ആരെയും പേടിക്കണ്ട. രാജീവേട്ടൻ പറഞ്ഞോ? ആരാ? ഗോകുലാണോ?